ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. മക്കളെ, നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട്. നമ്മൾ മാത്സിലെ നല്ല കിടുക്കം ക്വസ്റ്റ്യൻസ് ചെയ്യണ്ടേ? എങ്ങനെയാ പുതിയ സിലബസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ? മക്കൾ മനസ്സിലാക്കിക്കോ, ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ ഈ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദ്യം ചോദിക്കും. നിങ്ങളുടെ ഫ്രാക്ഷൻസ് അഥവാ റെസിപ്രോക്കലും 2 ചാപ്റ്റർ ഉണ്ട്. ഫ്രാക്ഷൻസും പിന്നെ റെസിപ്രോക്കൽ, അതായത് ഭിന്നസംഖ്യകളും വിപരീത ഭിന്നങ്ങളും പറഞ്ഞ 2 ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ പൊന്നു മക്കൾ, ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, മുഴുവനായിട്ട് കാണാം, ലൈക്ക് കൂടെ ചെയ്യാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ്സ് ആണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പ്രചോദനം ചെയ്യുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് കൂടെ ചെയ്ത് വെക്കുക, കേട്ടല്ലോ. ദേ കണ്ടോ, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഏതാ നോക്കാതെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചേ പറ്റും. അപ്പൊ നോക്ക്, ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നോക്ക്. രഘു ഒരു കാർഡ്ബോർഡിൽ, രഘുവിന് വേറൊരു പണിയില്ല, എന്താ ചെയ്യുന്നത്, രഘു ഒരു കാർഡ്ബോർഡിൽ നിന്നും 1/4 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയുമുള്ള കുറെ ചതുര കഷ്ണങ്ങൾ വെട്ടിയെടുക്കുക. അല്ലെ, കത്രികയും സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാലോ. അപ്പൊ വെട്ടിയെടുക്കുകയാണ്. എന്താ പറയുന്നത്, ഒരു ചതുര കഷ്ണത്തിന്റെ പരപ്പളവ് എത്ര? ഒരു ചതുര കഷ്ണത്തിന്റെ പരപ്പളവ് എത്ര എന്നാ ചോദിച്ചത്. ഓക്കെ, പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഒരു ചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ കാണാം? ഒരു റെക്ടാങ്കിളിന്റെ പരപ്പളവ് കാണണമെങ്കിൽ ചതുരത്തിന്റെ പരപ്പളവ്, പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഏരിയ. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ നിങ്ങൾ എന്താ ചെയ്യാ? നീളത്തിനെയും, അതായത് ലെങ്തിനെയും ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, കേട്ടല്ലോ. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത് നോക്ക്, രഘു ഒരു കാർഡ്ബോർഡിൽ 1/4 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയുമുള്ള കുറെ കഷ്ണങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ 1/4 ആണ് നമ്മുടെ നീളം. അപ്പൊ 1/4 നീളത്തിന് പകരം 1/4 കൊടുക്കാം. ഇൻറ്റു വീതി എത്രയാണ്? അല്ലെ, ബ്രെഡ്ത്ത് എത്രയാണ്? 1/4 ആണ് നമ്മുടെ ലെങ്ത്. ബ്രെഡ്ത്തോ 1/2 ആണ്, അല്ലെ, 1/2 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ 1/2. അപ്പൊ 1/4 1/2 കൂടെ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയത്തില്ലേ? നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ചോദ്യം തന്നത് തന്നെ എങ്ങനെ 2 ഭിന്നസംഖ്യകൾ മൾട്ടിപ്ലൈ, ഗുണിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നീളം വീതിയും കിട്ടിയിട്ടുണ്ട്. 1/4 1/2 ആണ്, ഗുണിച്ചോളാം. അപ്പൊ എങ്ങനെ ഗുണിക്കുക? നേരെ ഗുണിക്കുക. 1 × 1 1 ഗുണിക്കുക, 1 ഗുണിക്കുക, നേരെ ഗുണിക്കുക കേട്ടോ. അതായത് ഈ മുകളിലുള്ള 1 ഗുണിക്കുക, 1 1, അതുപോലെ താഴത്തുള്ള 4 2 നേരെ ഗുണിച്ച് 4 × 2 അല്ലെ, ഗുണിക്കാനപ്പോ നേരെ ഗുണിച്ചാൽ മതി. കൂട്ടൽ അങ്ങനെയല്ല കേട്ടോ, കൂട്ടൽ വേറെയാണ്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തൽക്കാലം കൂട്ടാനില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗുണിക്കാൻ മൾട്ടിപ്പിൾ ആണ്, നേരെ ഗുണിച്ചോളൂ കേട്ടോ. ക്രോസ് ഒന്നും ചെയ്യരുത്. 1 × 1 1, 4 × 2 8. ഇതേ നമ്മുടെ അത്തരം ഒരേ പൊളി. മീറ്റർ സ്ക്വയർ ആണെങ്കിൽ മീറ്റർ എഴുതണം, മീറ്റർ ആണെങ്കിൽ മീറ്റർ എഴുതാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പൊ എ പാർട്ടിന്റെ ഉത്തരം കിട്ടി. ചതുരത്തിന്റെ പരപ്പളവ് കിട്ടാൻ നീളവും വീതിയും ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. ബി പാർട്ട് ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിരിക്കും. എന്താ ബി പാർട്ട്? ഒരു ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ചതുരം നിർമ്മിക്കാൻ ഇത്തരം എത്ര കഷ്ണങ്ങൾ ചേർത്ത് വെക്കണം? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഹൗ മെനി സച്ച് പീസസ് ആർ റിക്വയർഡ് ടു മേക്ക് റെക്ടാങ്കിൾ ഹാവിംഗ് ആൻ ഏരിയ ഓഫ് 1 സ്ക്വയർ മീറ്റർ? ഒന്ന് ആലോചിച്ച് നോക്ക്, നിലവിൽ എത്രയാ ഇതിന്റെ ഏരിയ? 1/8 അല്ലേ? എങ്ങനെ 1/8? 1/8 എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാ? അതായത് 8ൽ 1 ഭാഗമാണ്, അല്ലെ? അതായത് 1 മീറ്റർ തികച്ചില്ലാന്ന്, 1 മീറ്റർ തികച്ചില്ല. അപ്പൊ 1 മീറ്റർ തികച്ചില്ല, 8ൽ 1 പോർഷനേ ഉള്ളൂ ഇപ്പൊ നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര കഷ്ണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഇത് 1 മീറ്റർ ആവുന്ന ചോദിച്ചത്. അപ്പൊ എന്റെ പൊന്നുമക്കൾ മനസ്സിലാക്കി വെച്ചോ, ഈ 1/8നെ 1 മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ട അറിയോ? ഈ താഴത്തുള്ള 8 കൊണ്ടൊന്ന് ഗുണിച്ചാൽ മതി. കാരണം 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 8 ക്യാൻസൽ ആയി പോകും, ബാക്കി എത്ര വരിക? 1. അപ്പൊ 1 മീറ്റർ ഇവിടെ തന്നെ വരും. അപ്പൊ എത്ര കഷ്ണാന്ന് ചോദിച്ചാൽ 8 കഷ്ണാണ്, അല്ലെ? ഏത് നമ്പർ കൊണ്ടാണ് നമ്മൾ ഗുണിച്ചത്? 8 കഷ്ണം. അപ്പൊ 8 കൊണ്ടല്ലേ ഗുണിച്ചത്? അപ്പൊ 8 കൊണ്ട് ഗുണിക്കുക, അതാ പരിപാടി. അപ്പൊ നിങ്ങൾക്ക് വേറെ എളുപ്പവഴിയൂടെ പറഞ്ഞു. ശ്രദ്ധിച്ചിരുന്നോ എങ്ങനെ ഇത് കിട്ടിയെന്ന് നോക്ക്. 8ൽ 1 ഭാഗമാണ് ഇപ്പോഴത്തെ പരപ്പളവ്, അല്ലെ? ഒരു കഷ്ണത്തിന്റെ പരപ്പളവ് 8ൽ 1 ഭാഗമാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്ര കഷ്ണം ചേർത്താൽ 1 മീറ്റർ ആകും എന്നല്ലേ ചോദിച്ച്. എടാ 8ൽ 1 ഉണ്ട്. അങ്ങനത്തെ എത്ര കഷ്ണങ്ങൾ വേണം? 8ൽ 8 ആയാലല്ലേ? 8ൽ ഇതാ 1/8 കൂട്ടണം, 1/8 കൂട്ടണം, 1/8 കൂട്ടണം. അങ്ങനത്തെ എത്ര എണ്ണം വേണം? 8 കഷ്ണങ്ങൾ അല്ലേ? 8 കഷ്ണങ്ങൾ ചേർന്ന് 8/8 ആവും അല്ലേ കൂട്ടുമ്പോ? അപ്പൊ എത്രയാ? 1 മീറ്റർ ആവും. അപ്പൊ അങ്ങനത്തെ 8 കഷ്ണം ചേർന്നാല് 1 മീറ്റർ ആവും. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, സി പാർട്ട് ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സി പാർട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. ഇത്തരം 5 കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഇതുപോലൊരു ചതുരം നിർമ്മിക്കുകയാണ്. ഇതിപ്പോ ഒരു കഷ്ണമാണ്, ഓക്കെ. അതുപോലത്തെ 5 എണ്ണം അല്ലെ? 1 2 3 4 5. അങ്ങനത്തെ 5 എണ്ണം ഉണ്ടെങ്കിൽ എന്താ ചോദിച്ചത്? ഇതിന്റെ പരപ്പളവാ ചോദിച്ചത്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. പരപ്പളവ് എന്ത് മക്കളെ? പരപ്പളവ് കാണാൻ സിമ്പിൾ ആണ്.
എടാ 5 ഒന്നിൻ്റെത് എത്രയാ നിങ്ങൾക്ക് അറിയാം? ഒന്നിൻ്റെത് ഇതാ സി പാർട്ട്. ഒന്നിന്റെ ഏരിയ എത്രയാണ്? 1/8 ആണ്. അപ്പൊ 5 ഏരിയ എത്ര വരിക? ഏരിയ ഓഫ് 5 സച്ച് പീസസ് അല്ലെ? 5 കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര വരും? ഒന്നിൻ്റെത് 1/8 ആണെങ്കിൽ അല്ലെ, ഒരു മുട്ടായിക്ക് 1 റുപ്യ. അപ്പൊ 5 മുട്ടായിക്ക് എത്രയാ? 5 റുപ്യ. അപ്പൊ 1 × 5 അല്ലേ? ഒരു മുട്ടായിക്ക് 2 റുപ്യയും. അപ്പൊ 5 മുട്ടായിക്ക് എത്രയാ? 2 × 5. അപ്പൊ ഒരു പരപ്പളവ് എന്ന് പറഞ്ഞാല് 1/8. അപ്പൊ അങ്ങനത്തെ 5 ഉണ്ടെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക. 5 കൊണ്ട് ഗുണിക്കുന്നു. എങ്ങനെ ഗുണിക്കുക അറിയോ? ഈ മുകളിലുള്ള 1ഉം 5ഉം ആണ് ബന്ധം. അതായത് നേരെ ഗുണിക്കാം. നേരെ ഗുണിക്കുക. ശരിക്കും ഇത് 5ന് താഴത്തെ ഒരു 1 ഒക്കെ ഉണ്ട്, നിങ്ങൾ അതൊന്നും കൺസിഡർ ചെയ്യണ്ട. 1 × 5 ചെയ്യുക. 1ഉം 5ഉം എത്രയാ? 5. താഴത്തുള്ള 8 താഴത്ത് തന്നെ ആയിരിക്കും. നമ്മുടെ തരം ഒരേ പൊളി 5/8 മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ ഇട്ടേക്കട്ടാ. ഇത്ര പണിയുള്ളൂ. ഓക്കെ. അപ്പൊ 5 കഷ്ണമാണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുക, 6 കഷ്ണമാണെങ്കിൽ 6 കൊണ്ട് ഗുണിക്കുക അല്ലെ? 8 കഷ്ണമായാൽ എന്തായി പോകുമെന്ന് പറഞ്ഞു അല്ലെ? 1 മീറ്റർ ആയി പോകും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്ഷൻ. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം റെഡി ആണെങ്കിൽ എന്റെ പൊന്നു മക്കൾ കമന്റ് ചെയ്തേ, ഫീഡ്ബാക്ക് കമന്റ് ചെയ്യും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് കൂടെ കമന്റ് ചെയ്തേ കേട്ടോ. അപ്പൊ നിങ്ങൾ എക്സാം അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഉഷാറാക്കിയിട്ട് വരിക. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം BJR സാറോട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഉള്ളവർ മാത്രം ചെയ്താൽ മതി. ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മെസ്സേജ് അയക്കണം. സാർ എങ്ങനെ പരീക്ഷ ഉണ്ടായിരുന്നു, എളുപ്പമായിരുന്നോ എന്നൊക്കെ പറയണം. നിങ്ങളെ ഫീഡ്ബാക്കുകളും നിങ്ങളെ കമന്റ്സും കണ്ട് അടുത്ത വീഡിയോസ് ഇടാൻ ഭയങ്കര ആവേശമാണോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സുമായിട്ട് പിന്നെ ഒരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ യുവർ BJR. കാണാം. ബൈ.